കൗണ്ടിംഗ് ആരംഭിച്ച നിമിഷം മുതൽ കാസർഗോഡിൻ്റെ പല ഭാഗങ്ങളിലും സംഘർഷഭരിതമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. ഒരുപക്ഷെ ആദ്യ ഫലങ്ങൾ പുറത്തു വന്നതോടെ കാസർഗോഡിൻ്റെ സ്ഥിതി വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ഫലം പുറത്തു വന്നതോടെ ജില്ലയുടെ പല ഭാഗങ്ങളിലും സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിന് മുന്നിൽ കൂട്ടം കൂടി നിൽക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിച്ചു. ഇരു പാർട്ടികളുടെ പ്രവർത്തകരില്ലായിരുന്നുവെങ്കിലും അപ്പുറത്ത് കൂടി നിൽക്കുന്ന മറ്റു പ്രവർത്തകരുടെ ഇടയിലേക്ക് എതിർ പാർട്ടിയുടെ പ്രവർത്തകർ ഇടിച്ചു കയറുകയും അത്തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത കാസർഗോഡ് നിലനിൽക്കുകയും ചെയ്തു. ഒരുപക്ഷെ വിദ്യാനഗർ വാട്ടർ അതോറിറ്റിക്ക് സമീപം അവരുടെ ഇടുങ്ങിയ റോഡിലൂടെ വന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പുറത്ത് നിൽക്കുകയായിരുന്ന പാർട്ടി പ്രവർത്തകരുടെ വാഹനങ്ങളുടെ കാറ്റൊഴിച്ചു വിട്ടു എന്നുള്ളൊരു വിവരം പരക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു റോഡുകളിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സമയത്ത് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹം അവിടെ ക്യാമ്പ് ചെയ്തു. പക്ഷേ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുന്നൊരു കാഴ്ചയായിരുന്നു കണ്ടത്. പിന്നീട് കൂടുതൽ വാക്തർക്കങ്ങളും മുദ്രാവാക്യങ്ങളും മുഴങ്ങുകയും കാസർഗോട്ടേക്ക് ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തു. അതിനിടയിലായിരുന്നു ഗവൺമെൻറ് കോളേജിൻ്റെ പുറത്ത് ക്യാമ്പസിൽ തങ്ങി നിൽക്കുകയായിരുന്ന പോലീസ് സേനയ്ക്ക് നേരെ കേന്ദ്ര സേനയ്ക്ക് നേരെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കല്ലേറുണ്ടായത്. ഇതോടെ സ്ഥിതി കൂടുതൽ വഷളായി. പോലീസ് നടുറോഡിലേക്ക് ഇറങ്ങി ലാത്തി വീശുകയും ചെയ്തു. ഇതോടെ സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർക്കും നേരെയും കല്ലേറുണ്ടായി. മാധ്യമപ്രവർത്തകർ മീഡിയ വൺ ക്യാമറമാൻ രാജേഷ് ഒട്ടമലയുടെ ക്യാമറ കല്ലേറിൽ തകരുന്ന ഒരു കാഴ്ചയും ഉണ്ടായി. അതോടൊപ്പം തന്നെ കാസർഗോഡിൻ്റെ പല ഭാഗങ്ങളിലും സംഘർഷാവസ്ഥ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്ന UDF പ്രവർത്തകർക്ക് നേരെ കറന്തക്കാട് വെച്ച് ആക്രമണം ഉണ്ടായി. പഴയ ബസ് സ്റ്റാൻഡിൻ്റെയും പുതിയ ബസ് സ്റ്റാൻഡിൻ്റെയും ഇടയിൽ വെച്ച് MG റോഡിൽ വെച്ചിട്ട് BJP പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ചൂരി ഭാഗങ്ങളിൽ സംഘർഷാവസ്ഥ നിലനിന്നു. ചെറുക്കള ഭാഗങ്ങളിലും സംഘർഷാവസ്ഥയാണ്. ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും സംഘർഷാവസ്ഥ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാഞ്ഞങ്ങാട്ട് നെഹ്റു കോളേജിൽ നിന്നും വിജയത്തിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ് മടങ്ങിയായിരുന്ന LDF സ്ഥാനാർത്ഥി E ചന്ദ്രശേഖരൻ്റെ മാവുങ്കാലിൽ വെച്ച് ഒരു വിഭാഗം പ്രവർത്തകർ ആക്രമിക്കുകയുണ്ടായി. കൈക്കും കാലിനും പരിക്കേറ്റ E ചന്ദ്രശേഖരനെ കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ BJP പ്രവർത്തകരാണെന്നാണ് LDFും CPMും ആരോപിക്കുന്നത്. എന്തു തന്നെയായാലും കാസർഗോട്ട് ഏറെ ഭീതി നിറഞ്ഞൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ ആക്രമണങ്ങൾ പുറപ്പെടുമെന്നുള്ളൊരു ഭീതി ജനങ്ങളുടെ മനസ്സിൽ വല്ലാതെ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. കാസർഗോട്ട് സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ള വാർത്ത പരന്നതോടുകൂടി കാസർഗോട്ട് ബസ്സോട്ടം നിലയ്ക്കുകയും കടകൾ പൂട്ടിയിട്ട് ആളുകൾ ഇങ്ങനെ പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. ഉച്ചവരെ സജീവമായിരുന്ന കാസർഗോഡ് നഗരം ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് വിജനമാവുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. കാസർഗോഡിൻ്റെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോഴും ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ഭീതി നിലനിൽക്കുകയാണ്. കാസർഗോഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ പ്രശ്നം പടരാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസനും ജില്ലാ കളക്ടർ E ദേവദാസനും അറിയിക്കുന്നു. എന്തുതന്നെയായാലും കാസർഗോഡ് ജനങ്ങൾ ഇപ്പോഴും ഭീതിയിലാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഒരു ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവരുതേ എന്നാണ് കാസർഗോഡ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്.